എന്ന വീട്ടമ്മ മരിക്കാനിടയായ ദാരുണ സംഭവം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ വന്നപ്പോൾ കണ്ടും ഇവിടുത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പറഞ്ഞും മാധ്യമങ്ങളിൽ നിന്നും എനിക്കും ഇതിനോടൊപ്പമുള്ള KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാർ CPC വിശ്വനാഥ് MLA കാണാനും മനസ്സിലാക്കാനും സാധിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ഈ കെട്ടിടം രോഗികളും അവരോടൊപ്പം വന്നിരുന്ന രോഗികളുടെ ബന്ധുക്കളും ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു. കുടിയിരിപ്പുകാർ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു. ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്ദു എന്ന സ്ത്രീ അതിനകത്ത് പെട്ട് ഇത് ഇടിഞ്ഞു വീണ് അവർ ഈ മൺകൂരയിൽ ഈ മണ്ണിനടിയിൽ അവർ പെട്ടുപോയത്. അതിലേറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യം, ഇവിടെ എത്തിയ മന്ത്രിമാര് അവരിവിടെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ആവശ്യമായ രക്ഷാപ്രവർത്തനം നടത്താനും നിർദ്ദേശം നൽകുന്നതിന് പകരം ഇവിടെ ആരുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന സംഭവത്തെ ലഘൂകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാനുമാണ് അവർ അതിന്റെ ഫലമായിട്ടാണ് സത്യത്തിൽ ബിന്ദു മണ്ണിനടിയിൽപ്പെട്ട ബിന്ദുവിനെ രക്ഷിക്കാൻ തക്ക സമയത്തൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഉള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ച് മണ്ണ് മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവർക്ക് ശ്വാസം കൊടുക്കാൻ, പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ 2.25 മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിൻ്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത്. സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്.